എൻ്റെ പുറകിലെ ഈ എ ഫ്രെയിം കണ്ടോ, ഞങ്ങൾ ഇന്ന് ഈ റിസോർട്ടിലാണ് കേട്ടോ. വയനാട്ടിലെ 900 കണ്ടിയിലെ ഒരു അടിപൊളി റിസോർട്ടാണ്. ഇതിൽ ആക്ച്വലി ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ആയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതിൽ എ ഫ്രെയിം ഉണ്ട്, ബിഗ് റൂം, റോക്ക് റൂം, വ്യൂ പോയിൻ്റ്, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് റൂം ഉണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഒരു പ്രൈവറ്റ് വാട്ടർഫോൾസ് ഉണ്ട്. ഓക്കെ, നല്ല അടിപൊളി വെള്ളച്ചാട്ടം, പിന്നെ ഒരു പ്രൈവറ്റ് കേവ്. വാട്ടർഫോൾസ് കേവിൻ്റെ അകത്തേ വരുന്നതും നല്ല രസമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അതിൻ്റെ കൂടെ ഒരു വാട്ടർഫോൾ ട്രക്കിംഗ്, ഒരു ഹിൽ ട്രക്കിംഗ്, ഇതൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള 900 കണ്ടിയിലെ ഒരു അതിമനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിൽ ഫുൾ ഓഫ് വുഡ്സ്, ചുറ്റും നല്ല അടിപൊളി ഒരു എ ഫ്രെയിമും ബാൽക്കണിയും പലതരം കോട്ടേഴ്സുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി, സൂപ്പർ പ്രോപ്പർട്ടിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. സോ എൻജോയ് ദിസ് എപ്പിസോഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഞങ്ങൾ മോർണിംഗ് 6 മണിക്കാണ് കാസർഗോഡ് നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. സോ റൂട്ടൊക്കെ നല്ല ഫോഗി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ മടിക്കേരി ത്രൂ ആണ് നോർമലി പോകാറുള്ളത്, നല്ല റൂട്ടായതുകൊണ്ട് തന്നെ. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ പോകുമ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ്, നല്ല ഫോഗി ആയിരുന്നു. ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ട്, ഓൺ ദ വേ പാർക്ക് ചെയ്തിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. മൺസൂൺ ആയതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലത്തെ റോഡിൽ നിറച്ചും വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നുണ്ട്. 2 സൈഡും പാടമൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഉച്ചക്ക് 2 മണിക്കാണ് ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഏകദേശം ആ ഒരു ടൈം ആകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ആക്ച്വലി ഒരു പിക്കപ്പ് വന്ന് നമ്മളെ ജീപ്പ് വന്ന് പിക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ആണ് ഈ പാക്കേജിൽ. അതായത് ഒരു ഹാഫ് ആൻ അവർ ഹെവി ഓഫ് റോഡിൽ ട്രക്കിംഗ് ആണ്. ഭയങ്കര ഡേഞ്ചറസ് ആയൊക്കെ തോന്നും, പക്ഷേ വളരെ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടമാവുന്ന ഒരു ട്രക്കിംഗ് ആണ്. ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം ആ ഒരു പാർക്കിംഗ് ഒരു 1/2 മണിക്കൂർ ഡിസ്റ്റൻസ് ഇവിടത്തേക്കുണ്ട്. സോ അങ്ങനെ വന്നിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ ആദ്യം കാണുന്നത് തന്നെ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമ്മൾ താഴെ റിസപ്ഷൻ്റെ സൈഡിൽ തന്നെ വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പോൾ ആദ്യം കാണുന്ന വിഷ്വൽസ് അത് തന്നെയാണ്. അപ്പോൾ കയറി വരുന്ന ഒരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ, അത് തന്നെ നല്ല രസമുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഞങ്ങൾ വന്നിട്ട് ആക്ച്വലി ഇവിടെയാണ് നമ്മുടെ എ ഫ്രെയിം ഉള്ളത്. അത് അതിമനോഹരമാണ്. ഇപ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു 2:30, 3 o'clock എത്തുന്നുണ്ടെങ്കിൽ ആ പാർക്കിംഗ് സ്പോട്ടിൽ എത്തുമ്പോൾ ഇവിടെ കോൺടാക്ട് ചെയ്താൽ അവരപ്പോൾ തന്നെ ജീപ്പ് വിട്ട് നിങ്ങളെ പിക്ക് ചെയ്യും. ഓക്കെ, ജീപ്പ് അവിടെ തന്നെ ഉണ്ടാവും, അവിടെ നിന്ന് തന്നെയാണ് ജീപ്പ് വരുന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന എ ഫ്രെയിം. ഇവിടെ താഴെ ഒരു ലിവിങ് റൂം, ഒരു ബാത്റൂം, പിന്നെ ലിവിങ് റൂമിലാണ് TV, സ്മാർട്ട് TV ആണ് കേട്ടോ. അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സോഫ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് പോകുമ്പോഴാണ് ഇവിടുത്തെ ബെഡ്റൂം വരുന്നുള്ളത് കേട്ടോ. അപ്പോൾ താഴത്തെ റൂം തന്നെ നല്ല സ്പേഷ്യസ് ആണ്, നല്ല ക്ലീൻ ആണ്. ബാത്റൂം നല്ല ക്ലീൻ ആണ്. മുകളിലേക്ക് പോകാൻ ഇതുപോലത്തെ ഒരു ചെറിയ ഒരു ഏണിയുണ്ട്. ആ ഏണിയിലൂടെ കയറിയിട്ട് നമുക്ക് മുകളിലെത്താം കേട്ടോ. അവിടെ നിന്ന് നല്ല വിഷ്വൽസ് ആണ്, പുറത്തേക്കൊക്കെ കാണാൻ പറ്റും. ഒരു വുഡൻ കൺസ്ട്രക്ഷനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രോപ്പർട്ടിയിലെ ഏറ്റവും ലക്ഷൂറിയസ് ആയ റൂം ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഇതിൻ്റെ അകത്ത് താമസിക്കാനുള്ള സൗകര്യവും നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മറ്റൊരു ട്രേഡ് മാർക്കാണ് ഈ ഒരു കോട്ടേജിൻ്റെ പ്ലഞ്ച് പൂള്. ചെറിയ പ്ലഞ്ച് പൂളാണെങ്കിലും ഒരു കപ്പിൾസൊക്കെ വന്നാൽ തീർച്ചയായും ഈ ഒരു പ്ലഞ്ച് പൂള് മതിയാവും. കാരണം കോമൺ പൂളായിട്ട് പുറത്ത് താഴെ ഉണ്ടല്ലോ. പിന്നെ നല്ല പ്രൈവസി ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലഞ്ച് പൂളിൻ്റെ ഭാഗത്ത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ നേരെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനൊരു പ്ലഞ്ച് പൂള് നമുക്ക് വേണ്ടി മാത്രം പ്രൈവറ്റ് ആയിട്ടൊരു പ്ലഞ്ച് പൂൾ ഉണ്ട് ഈ എ ഫ്രെയിമിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ അതിന് ചുറ്റും നല്ല പ്രൈവസി ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ നിന്നും വിസിബിൾ അല്ല, ഇതൊക്കെ ചുറ്റും ഫോറസ്റ്റ് വുഡ്സ് ആണ്. അപ്പോൾ നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ. കണ്ടുപിണ്ടാ
നേരെ സൈഡിലോട്ട് പോയാൽ ഇവിടുത്തെ ബാൽക്കണിയാണ്. ഈ ബാൽക്കണിയിൽ നമുക്ക് മൊത്തം ഏകദേശം 900 കണ്ടിയിലെ വുഡ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി ഏരിയ ആണ്, നല്ല തണുപ്പാണ്. ഇന്ന് നല്ല മഴയുമാണ് കേട്ടോ, മഴ ഇങ്ങനെ ചാറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭംഗി ഈ പ്രോപ്പർട്ടിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇനി നമ്മൾ ഇവിടുത്തെ മറ്റൊരു കോട്ടേജ് കാണാം. ഇതും ഒരു ടോപ്പ് പോയിന്റിൽ വരുന്ന കോട്ടേജാണ് കേട്ടോ. ഇതിൻ്റെ പേര് തന്നെ വ്യൂ പോയിന്റ് റൂം എന്നാണ്. ഇതിനും ഒരു ബാൽക്കണി വരുന്നുണ്ട്. ഒരു കുഞ്ഞു ബാൽക്കണിയാണ്, പക്ഷെ നല്ല വ്യൂവോടെ വരുന്ന ഒരു ബാൽക്കണിയാണ്. പിന്നെ ഒരു ചെറിയ റൂമാണ്, വലിയ സ്പേഷ്യസ് ആയ റൂമൊന്നും അല്ല. എ ഫ്രെയിമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുഞ്ഞായിട്ട് തോന്നും. വ്യൂ പോയിന്റ് റൂമിന് ഇവിടെ ഒരു പ്ലഞ്ച് പൂൾ വരുന്നുണ്ട്. ഇതാ ആ ഒരു ഭാഗത്താട്ടോ പ്ലഞ്ച് പൂൾ വരുന്നുള്ള. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് കേട്ടോ ഇവിടുത്തെ ക്യാമ്പ് ഫെയർ ഒക്കെ നടക്കുന്നുള്ളത്. ബട്ട് മഴയില്ലെങ്കിൽ മാത്രമേ ഇത് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നല്ല മഴയാണ്, അപ്പോൾ ക്യാമ്പ് ഫെയർ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഈ ഒരു ഏരിയയിൽ എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട് കേട്ടോ ചുറ്റും. അപ്പോൾ രാത്രി ഏകദേശം ഒരു 7:30 8 o'clock ആകുമ്പോൾ ഇവിടെ ക്യാമ്പ് ഫെയർ ഉണ്ടാവും മഴയില്ലെങ്കിൽ. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ ബിഗ് റൂമാണ്. ബിഗ് റൂമാണെന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്പേസ് ഉള്ള റൂമാണ്, വലിയ ബാൽക്കണിയുമാണ്, നല്ല വ്യൂ ഉണ്ട്. ഈ റൂമിൻ്റെ അകത്തും സോഫ സെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ബെഡിൻ്റെ കൂടെ. എ ഫ്രെയിം കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉള്ള റൂം ഇത് തന്നെയാണ് കേട്ടോ. ഇതിനും ഒരു പ്രൈവറ്റ് പ്ലഞ്ച് പൂൾ ഉണ്ട്. അതും കമ്പാരിറ്റീവ്ലി കുറച്ച് വലുതാണ് കേട്ടോ. മറ്റുള്ള കോട്ടേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം പ്രൈവസിയും ഉണ്ട്. നമ്മളിങ്ങനെ ഓരോ റൂമും കാണുമ്പോഴും ഈ മഴയുടെ ശക്തി കൂടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ബട്ട് ദാറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇവിടുത്തെ റോക്ക് റൂമാണ് കേട്ടോ, അതാണ് റോക്ക് റൂം. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് അങ്ങോട്ടാണ്. പിന്നെ താഴെ ഇവിടെയാണ് റൗണ്ട് റൂം വരുന്നുള്ള. 2 റൗണ്ട് റൂം അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുള്ള ഒന്നാണ് കേട്ടോ. ഒരൊറ്റ ഒരു കോട്ടേജിൽ 2 റൂമായിട്ട് വരുന്നുള്ളതാണ്. താഴെ വെള്ളച്ചാട്ടത്തിൽ കുറേ പേര് കളിക്കുന്നുണ്ട്. ഐ ക്യാൻ ഹിയർ ദ സൗണ്ട് ഫ്രം ഹിയർ. റോക്ക് റൂം വളരെ ചെറുതാണ് കേട്ടോ, പക്ഷേ ഇവിടുത്തെ കുഞ്ഞു ബാൽക്കണിയിൽ നിന്ന് നമുക്ക് വെള്ളച്ചാട്ടം ലൈവായിട്ട് കാണാൻ പറ്റും. റൂമും ചെറുതാണ്, വലിയ സ്പേസ് ഒന്നുമില്ല, പക്ഷേ ആ ഒരു ലക്ഷറി ഇതിൻ്റെ അകത്തും ഉണ്ട്. ഇതിന് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതിൻ്റെ സൈഡിലായിട്ടാട്ടോ പ്ലഞ്ച് പൂൾ വരുന്നുള്ളത്. ഇത് റോക്ക് റൂമിൻ്റെ പ്ലഞ്ച് പൂളാണ്. പ്രൈവസി ആയിട്ട് ഒരു വാട്ടർഫോൾസും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ബേസ് കാറ്റഗറി റൂമായിട്ട് വരുന്നുള്ളത്. റൗണ്ട് റൂം എന്ന് പറയും. 2 റൂം ഉണ്ട് കേട്ടോ ഇവിടെ. 2 കോട്ടേഴ്സ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നുള്ളത്. എൻട്രൻസ് ഒക്കെ വേറെ വേറെയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ കോമൺ സ്വിമ്മിംഗ് പൂളാണ്. എൻട്രൻസിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഇത് വരുന്നുള്ളത്. നാച്ചുറൽ വാട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ള. വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഡയറക്റ്റ് പൈപ്പ് വഴി വെള്ളം എടുത്തിട്ടാണ് ഈ പൂൾ നിറക്കുന്നത്. കോമൺ പൂളിൽ മാത്രമല്ല, പ്ലഞ്ച് പൂളിലാണെങ്കിൽ വെള്ളമൊക്കെ ഇങ്ങനെ തന്നെ എടുക്കുന്നുള്ളത്. നമ്മളിപ്പോൾ 5 മണിക്ക് ഒരു ജസ്റ്റ് ഒരു വാക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കേവ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലെ കൂടി കുറച്ച് യാത്രയൊക്കെ ഉണ്ട്. കുറച്ച് അഡ്വഞ്ചറസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എനിവേ നോക്കാം. ഇതാണ് ഈ റിസോർട്ടിൽ സ്റ്റേ ചെയ്യുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള കാര്യം കേട്ടോ. വെള്ളച്ചാട്ടമുണ്ട്, അതുപോലെ തന്നെ ഒരു ഗുഹയുണ്ട്. ഗുഹേൻ്റെ അകത്തുനിന്നാണ് വെള്ളം വരുന്നുള്ളത്. അപ്പോൾ ആ വെള്ളച്ചാട്ടം ഗുഹയുടെ അകത്തും കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ആക്ച്വലി കുറച്ച് അഡ്വഞ്ചറസ് ആണെങ്കിലും പോയി കാണാൻ പറ്റും കേട്ടോ. അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള കാര്യം തന്നെ.
അതവിടെ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് കുറച്ചും കൂടി നമുക്ക് മുകളിലോട്ട് പോകാനുണ്ട്. സ്റ്റീപ്പ് വാക്കാണ്, സ്റ്റീപ്പ് ക്ലൈംബാണ്. അതുകൊണ്ട് തന്നെ മോളെ കൂട്ടിയില്ല, നമ്മൾ 2 പേരുമാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ ഇത് ആക്ച്വലി വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലേ കൂടിയാണ് ഈ ക്ലൈംബ്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലെ ഭാഗം കാണാനുള്ള ഒരു ശ്രമമാണ്. ഇവിടുന്ന് നമുക്ക് നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രൻസ് കാണാം. അപ്പോൾ റിസോർട്ടിൽ കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ സെക്ഷൻ ഈ ഒരു ഭാഗമാണ്. ഇത്രയും ആകുമ്പോഴേക്കും സമയം ഏകദേശം സന്ധ്യയായി. പിന്നെയും മുകളിലോട്ട് പോകാനുണ്ട് കേട്ടോ, ഒരു ഹിൽ ടോപ്പ് ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. ബട്ട് അത് ലേറ്റ് ആയതുകൊണ്ട് നിർത്തിവെച്ചു, നാളെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആക്ച്വലി നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ചായ കുടിക്കുകയാണ് കേട്ടോ, ചായ കുടിക്കാൻ തീരുമാനിച്ചു. നമുക്ക് പൂളിൽ ഇറങ്ങാൻ വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല, ഭയങ്കര തണുപ്പാട്ടോ, ഹെവി കോൾഡ്. പൂള് നല്ല തണുപ്പാണ്. നമുക്ക് എയർ ഫ്രെയിമിലാണെങ്കിൽ ഒരു പ്ലഞ്ച് പൂളും ഉണ്ട്, ബട്ട് അതിലും എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല ബിക്കോസ് അത് നല്ല തണുപ്പായിരുന്നു. ആൻഡ് ഈ വാട്ടർഫോൾസ് പോകുമ്പോൾ വി റിയലി എൻജോയ്ഡ് ഇറ്റ്. മെയിൻലി അതും തണുപ്പായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഈവൻ കേവ്, വാട്ടർഫോൾസ്, ഒരു ഹിൽ ട്രക്കിംഗ് കൂടിയുണ്ട്, അത് നാളെ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോണം മോർണിംഗ് ടൈം കിട്ടി നമ്മൾ പോകും കേട്ടോ. ഇപ്പോൾ ആക്ച്വലി ഇരുട്ടായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. എനിവേ നൈറ്റിൽ വോൾ പ്രോപ്പർട്ടി ഈസ് ഓസം. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാം. 9 o'clock ഏകദേശം ഫുഡ് റെഡി ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്, വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ സമയമാകുമ്പോൾ നമ്മൾ താഴെ പോയി ഫുഡ് കഴിക്കും. റൂമിലേക്ക് സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി പ്രിഫർ ചെയ്യുന്നത് റൂമല്ല, ബിക്കോസ് നമുക്ക് താഴെ പോയി റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കണം. അതിൻ്റെ തന്നെ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യം. സോ ഒരു 9 o'clock ആകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിവേ അതുവരെ കുറച്ച് റെസ്റ്റ് എടുക്കണം, ബിക്കോസ് ഇന്ന് ഫുള്ള് ഓട്ടായിരുന്നു. ലക്കലി രാത്രിയാകുമ്പോഴേക്കും മഴ നിന്നു. സോ വി ഹാഡ് എ ക്യാമ്പ് ഫെയർ കണ്ടക്ട് ചെയ്തു. ഇതൊക്കെ കോംപ്ലിമെൻ്ററി ആണ് ക്യാമ്പ് ഫെയർ, ഇതിന് എക്സ്ട്രാ ചാർജ് ഇല്ല. ഡിന്നർ എന്താ വേണ്ടതെന്ന് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്തിരുന്നു. അത് നമ്മളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ വേണ്ടതെന്നുള്ളത്. അതനുസരിച്ച് അവർ പ്രിപ്പയർ ചെയ്ത് തരും. അപ്പോൾ ഡിന്നർ ആക്ച്വലി റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ കഴിക്കാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ പോയി കഴിച്ചത്. വരുന്ന ടൈമൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. മീൻസ് ഇവിടെ എത്തുന്നതിന് മുമ്പ്, വയനാട് എത്തുന്നതിന് മുമ്പ് നല്ല മഴയുണ്ടായിരുന്നു. സോ ഞങ്ങൾ വിചാരിച്ചു ഇവിടെയും മഴയുണ്ടാവുമെന്ന്. അപ്പോൾ ആ പ്രോപ്പർട്ടി ആക്ച്വലി വിസിറ്റ് ചെയ്യുമ്പോൾ മഴയുണ്ടെങ്കിൽ അത് ആക്ച്വലി അത്രത്തോളം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഈവൻ റൂമിലിരുന്ന് മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള മഴ മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാമ്പ് ഫെയർ അങ്ങനെയുള്ള കാര്യങ്ങളും വാട്ടർഫോൾ ട്രക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോകാൻ പറ്റി. അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പാണ് കേട്ടോ. അപ്പം ഞാൻ അകത്തോട്ട് പോവുകയാണ്. കാരണം അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും തണുപ്പാണ്. എല്ലാവരും കിടന്ന് ഉറങ്ങിയാട്ടോ, അകത്ത് ആരും എഴുന്നേറ്റിട്ടില്ല. പക്ഷേ പ്രോപ്പർട്ടിയിൽ പല റൂമിലും ആൾക്കാർ എഴുന്നേറ്റ് തുടങ്ങി. കാരണം നമ്മൾ കാണുന്നുണ്ട് ആൾക്കാർ പുറത്തേക്ക് മൂവ് ഔട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ രാവിലെ ഒന്ന് എഴുന്നേക്കണം കേട്ടോ, ഇങ്ങനെ കിടന്ന് ഉറങ്ങരുത്. എനിവേ ഞാൻ അകത്തോട്ട് പോയാൽ ഞാൻ ഏകദേശം എൻജോയ് ചെയ്ത് കഴിഞ്ഞു. ഹായ്, എഴുന്നേറ്റല്ലേ? ഗുഡ് മോർണിംഗ്. നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ? പുറത്ത് പോയി ഫോട്ടോ എടുക്കാം. രാവിലെ 9 മണിയാവും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. പോയി ഫോട്ടോ എടുക്കാം. കമോൺ, എഴുന്നേക്ക് വാ. ഇവിടെ നിന്നൊരു വെള്ളച്ചാട്ടമുണ്ട്, അതിങ്ങനെ വന്ന് അതാ ആ വലിയ വെള്ളച്ചാട്ടത്തിലേക്ക് മിക്സ് ആവുന്നുണ്ട്. സോ ഇറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അത് ആക്ച്വലി പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നുള്ളത്. നോർമൽ കേരള ഫുഡാണ് കേട്ടോ, വെജിറ്റേറിയൻ ഫുഡാണ്. ദോശ, പുട്ട്, പൂരി, പിന്നെ സാമ്പാർ, കടലക്കറി, പയറുകറി, അങ്ങനെ പല ടൈപ്സ് ഓഫ് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു.
ഇന്നലെ നിർത്തി വെച്ചത് നമ്മളിപ്പോൾ തുടങ്ങിയ കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ആ ഹിൽ ടോപ്പിലേക്കാണ്. എത്രത്തോളം പോകാൻ പറ്റുമെന്നറിയില്ല. മഴ നല്ലവണ്ണം ചാറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെ ചാറ്റുന്നുണ്ട്. സോ നമ്മൾ ആ ഹിൽ ടോപ്പിലേക്ക് ഇപ്പോൾ പോവുകയാണ്. കുറച്ച് സ്റ്റീപ്പ് റോഡാണ്, അഡ്വഞ്ചറസ് ആണ്. അതുകൊണ്ട് മോളെയൊന്നും കൂട്ടിയിട്ടില്ല. എത്രത്തോളം പോകാൻ പറ്റുമെന്നറിയില്ല, നോക്കാം. നമ്മൾ ഇന്നലെ അവിടെയാണ് കേട്ടോ പോയത്, വാട്ടർഫോൾസ്. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ മുകളിലോട്ട് പോകേണ്ടത്. അങ്ങനെ ഒരു റഫ് ക്ലൈംബ് ആണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ്സ് ഡെഫിനറ്റ്ലി സ്ലിപ്പറി. ഒരു സിറ്റി ലൈഫ് എന്നൊക്കെ വരുന്നവർക്ക് തീർച്ചയായും അത് ടഫായി തോന്നാം, ബട്ട് ഇറ്റ് ഡിപ്പെൻസ്. ഇവിടെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ, കുറേ ബാച്ചിലേഴ്സ് ഒക്കെ ഉണ്ട്. അത് ആക്ച്വലി ഈ റിസോർട്ടിൻ്റെ അല്ല, ഇതിൻ്റെ അടുത്ത് മറ്റൊരു റിസോർട്ടുണ്ട്. അപ്പോൾ ആ റിസോർട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് അവർ. ആക്ച്വലി ഇവിടെയൊക്കെ ഗ്രൂപ്പ് ഓഫ് ജെൻസ് ആൻഡ് ലേഡീസ് മിക്സ്ഡ് ആയിരുന്നു, അവരിവിടെ ഉണ്ടായിരുന്നു. നല്ല മഴയാണ് ഇവിടെ, ഇറ്റ്സ് ഹെവിലി റെയിനിങ്. ഇതിൻ്റെ മുകളിലോട്ട് ഇനി പോകാൻ പറ്റും തോന്നുന്നില്ല. ടയറായിട്ടോ, ഫുള്ള് നനഞ്ഞു. വാട്ടർഫോൾസ് അങ്ങ് മുകളിലോട്ട് വരെ പോകാട്ടോ. ഇനിയും മുകളിലോട്ട് കയറാൻ സ്ഥലമുണ്ട്. ബട്ട് സ്റ്റഫ്, ഇത്രയും റെയിൻ, നല്ല മഴയായിരുന്നു. ഇപ്പോൾ ആദ്യ വെയിലായി, പക്ഷെ ഞങ്ങൾ കയറുമ്പോൾ നല്ല മഴയായിരുന്നു. ആൻഡ് കാണുന്നുണ്ടല്ലോ എൻ്റെ കോല, ഫുള്ളി വെറ്റ്. ഫുള്ളി വെറ്റ്. നമുക്കിവിടുന്ന് താഴെ നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ പറ്റുന്നുണ്ട്. 11 മണിയായി. ചെക്കോട്ട് അവൻ്റെ സമയമായി. ജീപ്പ് വരുന്നുണ്ട്. സോ നമ്മൾ ജീപ്പ് വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പോകാനുള്ള ടൈമായി. സോ ഇത് ആക്ച്വലി ഒരു ഫാമിലി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി കപ്പിൾസ് ആണെങ്കിൽ തീർച്ചയായും ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിൽ തീർച്ചയായും ബുക്ക് ചെയ്യാം. ബട്ട് നിങ്ങളൊരു ബാച്ചിലേഴ്സ് ആണെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ സൈഡിൽ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. അതിലും ഈ പ്രൈവറ്റ് വാട്ടർഫോൾസ് ഒക്കെ ഇൻക്ലൂഡായി വരുന്നുണ്ട്. അത് ആക്ച്വലി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ആണെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് ബുക്ക് ചെയ്ത് തരാൻ പറ്റും. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ റിസോർട്ട് ബുക്ക് ചെയ്യാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. സോ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.